ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ശൂന്യമായ കല്ലറ കണ്ട് വേദനിച്ച് കരയുന്ന മഗ്ദലന മറിയത്തോട് ഈശോ ചോദിക്കുന്ന വാക്കുകളാണ്, നീ എന്തിനാണ് കരയുന്നത്? ആരെയാണ് അന്വേഷിക്കുന്നത്? ഈശോയെ അന്വേഷിച്ച് വന്നവളാണ് ഈ മഗ്ദലന മറിയം. ഈശോയെ അന്വേഷിക്കുന്ന ഈ മഗ്ദലന മറിയത്തെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ നൽകുകയതേ, നീ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, എന്റെ അടുത്താണ് വരുന്നതെങ്കിൽ, നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. നീ കരയേണ്ട, നിന്റെ ജീവിതത്തില് നിനക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തെ തേടി പോകുമ്പോൾ നിന്റെ ജീവിതത്തില് ഒരിക്കലും വേദന ഉണ്ടാവരുത്. നീ വിഷമിച്ചിരിക്കുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാനായിട്ട് നിന്റെ ദൈവമുണ്ട്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും മനോഹരമായ ഒരു സന്ദേശമാണ്. മറ്റു പല കാര്യങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ആശ്വാസം എനിക്ക് കിട്ടുന്നില്ല. ദൈവത്തെ തേടുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ ഒരു ആശ്വാസം ലഭിക്കുന്നത്. ഈശോയെ തേടി വന്നവളാ മറിയം, അല്ലെ? ഈശോയെ തേടി വന്നതാ. പക്ഷെ ഈശോയെ കാണാതെ വന്നപ്പോൾ വളരെയേറെ വേദനയോടുകൂടി അവള് നിന്ന് കരയുകയാണ്. ഈ കരച്ചില് കണ്ട് വേദന തോന്നിയ ഈശോ അവളെ ആശ്വസിപ്പിക്കുക. നീ കരയണ്ട, നീ തേടുന്നവൻ നിന്റെ കൂടെയുണ്ട്. ഈശോ തന്നെ വെളിപ്പെടുത്തി തന്റെ ഉദ്ധാനത്തെ കുറിച്ച് പറയുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത് തന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഈശോയെ തേടി പോകണം. ഈശോയെ തേടി പോകുമ്പോൾ എൻ്റെ ജീവിതത്തില് എത്ര സഹനമുണ്ടായാലും, എത്രയേറെ വേദനകൾ ഉണ്ടായാലും, കരയുന്ന നിമിഷങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഒന്ന് ഓർക്കുക, ഉപേക്ഷിക്കത്തില്ല എൻ്റെ ദൈവം. എന്നെ ആശ്വസിപ്പിക്കാനായിട്ട്, എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവത്തെ തേടുന്നവന്റെ ജീവിതത്തില് അവൻ ആശ്രയമായിട്ട് ദൈവം എപ്പോഴും ഉണ്ടാകുമെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രൈസ്തവ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയുടെ പിന്നാലെ പോവുക എന്നുള്ളതാ. ഈശോയെ തേടി കണ്ടെത്തി അവന്റെ കൂടെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തേടാം. ദൈവത്തെ തേടുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും, എല്ലാ ബുദ്ധിമുട്ടുകൾക്കും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ ദുഃഖങ്ങൾക്കും എൻ്റെ ദൈവം എനിക്ക് ആശ്വാസമേകും എന്നുള്ള പ്രത്യാശയില് സന്തോഷത്തോടെ അവനെ തേടി അവന്റെ ചാരയായിരുന്നുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.